ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും വീഡിയോ അല്ല, കമൻറ്റിനും മറുപടിയുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇന്നത്തെ കമൻറ്റുകൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ, പടച്ചോനെ ഇനി ഇപ്പോൾ സ്വർഗം കിട്ടില്ലാലോ എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ പോയിട്ടുള്ള ഒരു വീഡിയോൻ്റെ കമൻസാണ് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ ഇന്ദ്രൻസ് എന്നാണുള്ളത് 5487 വായിക്കണോ? വായിച്ചല്ലേ പറ്റൂ. ഇനി വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ മുഖ്യെന്ന്. കുഴപ്പമില്ല, വായിച്ചേക്കാം. കണ്ണ കിണ്ണ കുണ്ണ, എന്ത് പറയാനാ അവനോടൊക്കെ മറുപടി പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് സ്ഥിരമായിട്ട് കുറച്ച് ലെവളുമാർ മാത്രമേ എനിക്ക് കമൻറ്റിന് മറുപടി ഇടാറുള്ളൂ കേട്ടോ. പുതിയ ആൾക്കാരും മറുപടി ഇടാറില്ലേ, കമൻറ്റ് ഇടാറില്ലേ. അപ്പോൾ എനിക്ക് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ, പുതിയ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടേ, Q&A ആണെന്ന് മാത്രം കൂട്ടിയാൽ മതി. Q&A സ്പെഷ്യലായിട്ട് നിങ്ങൾ ഓരോരോ ചോദ്യങ്ങൾ കണ്ടെത്തിയിട്ട് അതിന് മറുപടി കൊടുക്കും പോലെ തന്നെ ഇതും അതേപോലെ തന്നെയാണ്. എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്താണോ ചോദ്യം എന്നോട് ചോദിക്കാനുള്ളത്, ആ ചോദ്യത്തിനുള്ള മറുപടി ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരും. എൻ്റെ വീഡിയോ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ഹൈന മെഹ്റീൻ, നിൻ്റെ അവൻ്റെ ഉപ്പാനോട് പറയ്, എൻ്റെ മകനോടുള്ള ഡയലോഗ് കേട്ടറിയാം. ഇക്കാക്കനോടുള്ള സ്നേഹം അയാളോട് അയാളൊന്ന് തടിയൂരിയല്ലേന്ന് നിൻ്റെ അവനോട് ബാപ്പനോട് പറയും. എന്ത്? ഏതായാലും എൻ്റെ അക്കാക്ക തടി ഊരി എന്നാണ് മൂപ്പത്തി പറയുന്നത്. എൻ്റെ കാക്ക തടി ഊരാൻ വേണ്ടിയിട്ട് കാക്ക എവിടെയും കുടുങ്ങി കിടക്കുന്നില്ലായിരുന്നു. കാക്ക ഇവൻ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ ഇപ്പോഴേക്കും തടി ഊരുമായിരുന്നു. കാരണം കുറച്ച് ജിമ്മേനാണ്. അപ്പം മേ ബി തടി ഊരി കാണും. ഊരേണ്ടതാണ്. സംശയമുണ്ടോ? നമ്മളൊന്ന് വിളിച്ചു നോക്കിയാലോ, കാക്ക ഞങ്ങൾ തടി ഊരി നിൽക്കുകയാണോന്ന്. എന്തോ ആവട്ടെ. ജുനൈദ് ഒരു 3 സ്മൈലി അയച്ചിട്ടുണ്ട്. ഷാഹിദ, കണ്ണനെ വരെ പറ്റിക്കുന്നു. ഞാൻ കണ്ണനെ വരെ പറ്റിക്കുന്നു എന്ന് ഷാഹിദ കണ്ണൻ നിന്നോട് വന്ന് പറഞ്ഞോ? ശടാ, ഞാൻ കുറേ കാര്യങ്ങൾ കണ്ണനോട് ചോദിച്ചു നോക്കി, അതിനൊന്നുള്ള ഉത്തരം കണ്ണനില്ല. പക്ഷെ ഷാഹിനോട് മാത്രം കണ്ണൻ സംസാരിക്കുന്നു. അല്ല ഷാഹിന, ഇങ്ങനൊരു മുസ്ലിം മതസ്ഥയല്ലേ? അപ്പോൾ മുസ്ലിം മതസ്ഥരോട് ഈ പറഞ്ഞ ഹൈന്ദവരുടെ ദൈവം സംസാരിക്കേണ്ടതല്ലല്ലോ, പിന്നെ എങ്ങനെ നിന്നോട് കണ്ണൻ സംസാരിച്ചു? അത്ഭുതം. അതിനൊരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു ലിങ്ക് അയച്ചതാണ്, എന്താണെന്നറിയില്ല, നാം തുറന്നു നോക്കിയിട്ടില്ല. നസീമ KM, ഫ്രണ്ട് ഇറക്കി തരുകില്ല, കെട്ടിത്തരുകയില്ലേന്നോ? ഫ്രണ്ട് ഇറക്കി തരുകയില്ല, കെട്ടിത്തരുകയില്ലേന്നോ? എൻ്റെ ഫ്രണ്ട് എന്നെ ബസ് സ്റ്റാൻഡിലാക്കി തരും എന്ന് പറഞ്ഞത് ഓന് ഫ്രണ്ട് വണ്ടിയിൽ ഇറക്കി തരിക മാത്രമേ ചെയ്യുള്ളൂ, കെട്ടിത്തരൂലേ എന്നാണ്. അവൻ മേ ബി അവൻ റിയൽ ലൈഫിൽ അവൻ കല്യാണം കഴിച്ചിട്ടില്ല. ചോദിച്ചു നോക്കട്ടെ അവനോട്, എന്നെ മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ടോ, വിൽ യു മാരേജ് മീ എന്ന് ഞാൻ അവനോടൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. കിട്ടുമായിരിക്കും, ഇല്ലാതിരിക്കാൻ ചാൻസ് കുറവാണ്. ഹൈസം മുനീർ, സൈനുദ്ദീനല്ല, ഹൈസം മുനീർ ആട്ടോ. എന്ത് കൂതറ ലുക്ക്. അതേടാ, എൻ്റെ ലുക്കിലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. അത് കൂതറയായിപ്പോയത് എൻ്റെ ഉമ്മാനോടും പാപ്പാൻ്റെ മിസ്റ്റേക്കാണ്.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ കാരണവന്മാരായിട്ട് ഭംഗിയുണ്ട് കോലമുള്ള ആൾക്കാരാണ്. ഇനിയിപ്പോൾ എന്ത് കൂതറ ലുക്ക്. രഹന അനീഫ, പ്രേതം, യക്ഷി, മോളെ ഏതെങ്കിലും ഒന്ന് പറ. ഒന്നെങ്കിൽ പ്രേതം അല്ലെങ്കിൽ യക്ഷി, രണ്ടും കൂടി കൂട്ടിച്ചേരുമ്പം അത് ഒരു സുഖമുള്ള പരിപാടിയല്ല. ഇനിയിപ്പം ഞാൻ യക്ഷി ആയിക്കോട്ടെ, നിൻ്റെ ചോര ഊറ്റി കുടിക്കാൻ വരുന്നില്ലല്ലോ, വന്നാൽ നീ പേടിച്ചാ പോരെ. ഹംദാൻ, എന്തൊക്കെ കേൾക്കണം. KSRTC ഗവൺമെൻറ് വണ്ടിയോ അതോ ഇവരുടെ വണ്ടിയോ? KSRTC ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്, ഞങ്ങളുടേതല്ല. ഞങ്ങളൊരു KSRTC മേടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം മേടിക്കാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞതിൽ ₹1 അവർ കൂട്ടി പറഞ്ഞു. കുറച്ച് പറഞ്ഞപ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ. ഞാൻ പറഞ്ഞ പൈസയിൽ ₹1 അവർ കൂട്ടി പറഞ്ഞു. ആ ₹1 എൻ്റെ കയ്യിൽ കൊടുക്കാനില്ലാത്തത് കൊണ്ട് KSRTC ഞാനിങ്ങ് മേടിച്ചില്ല. അല്ലാത്ത പക്ഷം KSRTC ഞാൻ മേടിച്ചായിരുന്നു. തള്ളുമ്പോൾ ഒരു മയത്തിൽ തള്ളണ്ടേ. ഞാനിപ്പോൾ എന്താ തള്ളിയത്? അരുണിൻ്റെ കൂടെ KSRTCയിൽ ഗുരുവായൂർ പോയി എന്ന് പറഞ്ഞതാണോ അപ്പം തള്ള്? അരുണ് KSRTC ഡ്രൈവർ അല്ല എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, തൊട്ടിൽപ്പാലം ഡിപ്പോയിലേക്ക് വിളിച്ച് ചോദിച്ചു നോക്കട്ടോ. ഇപ്പം വിളിക്കും ചില അമ്മച്ചിമാർ, നിങ്ങളെന്തിനാ അരുണിനാടെ പണിയെടുത്തേ? ഞാൻ അങ്ങ് മന്ത്രിനെ വിളിക്കും, ഞാൻ പാർട്ടി പ്രവർത്തകയാ, SS SS കൂടുതലുണ്ട്, വിദ്യാഭ്യാസം കുറേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഉസ്മാൻ 4859, നിന്നെ കാണുമ്പോൾ പട്ടി യുടെ കുത്താന്നു എന്താ മംഗ്ലീഷ് ആട്ടോ ഗൈസ്. പലരും എന്നോട് ഞാൻ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാറില്ലേ, അതിൽ പറയുന്നുണ്ട് 1ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ഇതിനെക്കാട്ടി നന്നായി വായിക്കുന്നു. എനിക്ക് 9ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ മംഗ്ലീഷ് ചില ലവന്മാർ എഴുതുന്നത് അവന്മാരെ കൊണ്ട് തന്നെ വായിപ്പിച്ചിട്ട് അതിന് എംബോഷൻ കൊടുപ്പിക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വേണ്ട, ഇപ്പോൾ എവിടെയെന്ന് വെച്ച് ഞാൻ തപ്പിപ്പോവാനാ, പേടി. നിങ്ങൾക്ക് ആർക്കോ വായിക്കാൻ പറ്റിയ വായിക്കും. ഞാൻ എനിക്ക് വായിക്കാൻ അറിയാഞ്ഞിട്ടാണെന്ന് പറയും. ചെകുത്താൻ എനിക്ക് മനസ്സിലായി, ബാക്കിയുള്ളത് മനസ്സിലായില്ല. ഹുസൻ, ഒരു വെടി ലുക്ക്. ആർക്കുസ്സാ? എൻ്റെ ഉമ്മാക്കോ? എൻ്റെ ഉമ്മാക്ക് വെടി ലുക്കുള്ള കാര്യമൊക്കെ നിൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ. എനിക്ക് എൻ്റെ ഉമ്മാനെ അറിയാത്തിടത്തോളം കാലം ഹുസന് ഉമ്മാനെ ഇങ്ങനെയാണ് കാണുന്നത് എന്ന് എനിക്ക് പോയി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഹുസൻ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ കയറി ചെന്നിട്ട് ഉമ്മ എന്ന് വിളിച്ചിട്ട് ഉമ്മാനെ മുൻപിൽ നിർത്തിയിട്ട് ഉമ്മാനോട് പറ, ഹുസന് എന്താ പറയേണ്ടത് വെച്ചാൽ ഉമ്മ നിങ്ങളൊരു വെടി ലുക്ക് എന്ന് ഹുസൻ തന്നെ പറ. അതായിരിക്കും ഹുസന് എന്തുകൊണ്ടും നല്ലത്. പിന്നെ റഫ്ന എന്നായിരിക്കും, റഫാന്ന പിന്നുള്ളത്. ഒരു 3 ചിരിച്ച് കരയുന്ന സ്മൈലി അയച്ചിട്ടുണ്ട് കേട്ടോ. ഇമോജി സ്മൈലി നല്ലല്ലോ, ഇമോജി എന്നല്ലേ പറയാ, എന്തോ ഏതോ. ഹൈറിൻ മെഹറിൻ, നിന്നെ നരകത്തിലേക്ക് തന്നെ അടുപ്പിക്കില്ല, പിന്നെയല്ലേ സ്വർഗം. പൊന്നാര മക്കളെ, ഇത്രയും കാലങ്ങൾക്ക് നരകം കിട്ടുമെന്ന് പറഞ്ഞ് ഇപ്പം നിങ്ങൾ പറയുന്നത് എനിക്ക് നരകവും കിട്ടൂലെന്ന്. നരകവും സ്വർഗവും അല്ലാതെ വേറെ എന്താണുള്ളത്? അതും കൂടി ഒന്ന് പറ. ഇനി നരകത്തിലേക്ക് തന്നെ അടുപ്പിക്കൂലെന്ന് പറയുന്നു, പിന്നല്ലേ സ്വർഗം എന്ന് പറയുന്നു. ഈ നരകവും സ്വർഗവും 2 മാത്രമേ ഇന്ന് വരെ പാപ്പനപ്പൂപ്പന്മാർ തൊട്ടിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ നരകവും സ്വർഗവും മാത്രമാണ്. ഇത് 2ലും എന്നെ അടുപ്പിച്ചിട്ടില്ലേ, പിന്നെ ഇപ്പം ഞാൻ വയ്യാതായി പോവുമല്ലോ. ഞാൻ എങ്ങോട്ട് പോവും?
മോളെ അതുകൂടി ഒന്ന് പറയാം, തമ്പലൈൻ ഇടാനൊരു കാര്യമായി. ശരിയാവില്ല വായിച്ചാൽ, കാരണം പല പല ഇതാണ്. നാമി ആയിരിക്കും ഉദ്ദേശിച്ചത്. പിന്നെ ZI GZAG ആണ് കൊടുത്തിരിക്കുന്നത്. നാട്ടുകാർ എല്ലാവരുമായിട്ട് അടിയുണ്ടാക്കുന്ന നിനക്ക് തുളസി തരാൻ ഇരിക്കുകയാണ് അവർ. എൻ്റെ പൊന്നാര പൊന്നെ, ഞാനിപ്പോൾ നട്ടപ്പാതിരായിപ്പോയി വീഡിയോ എടുക്കുന്നത്. അല്ല, ജസ്റ്റ് ഒന്ന് വീടിൻ്റെ സൈഡിൽ നിന്നിട്ട് ഒന്നങ്ങോട്ട് തിരിച്ച് കാണിച്ചാൽ മതിയായിരുന്നു. അവിടെ ഫ്ലാറ്റ് വരികയാടോ. അതിവിടെ സാരണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് ബിസിനസ് മൈൻഡുള്ള ആൾക്കാരൊക്കെ കുറച്ച് വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ എടുത്തിടുന്നുണ്ട്. കാരണം ആവശ്യക്കാർ ഒരുപാടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരവിടെ വെട്ടി ക്ലീനാക്കി. പക്ഷെ വേറൊരു സ്ഥലത്തുണ്ട് കൊടുക്കണമെങ്കിൽ. സഞ്ജു, കണ്ണന് എന്നും പ്രിയപ്പെട്ടവൾ തന്നെയാണ് കുട്ടി. ഒരാളെങ്കിലും നല്ല മെസ്സേജ് അയച്ചല്ലോ. കണ്ണന് ഞാൻ പ്രിയപ്പെട്ടതാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. അതിനാരോ എന്തോ മറുപടി കൊടുത്തിട്ടുണ്ട്. ഭർത്താവ് നിലനിൽക്കെ അന്യ പുരുഷൻ്റെ കൂടെ ഒരു ഉളുപ്പുമില്ലാതെ അന്തിയുറങ്ങുന്ന ഇവൾ എങ്ങനെ കണ്ണൻ്റെ പ്രിയപ്പെട്ടവൾ ആകും? ഗുരുവായൂർ അശുദ്ധമാക്കുകയും അവിടെ പോയി മുട്ട കേക്ക് മുറിക്കുകയും കണ്ണന് ഇഷ്ടമാകുമോ? അവൾ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്ന അനീതി മാത്രമാണ്. ഞാൻ അന്യപുരുഷൻ്റെ കൂടെ കിടക്കാൻ പോയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഗുരുവായൂർ മുട്ട ഉപയോഗിച്ച് കേക്ക് കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും മുട്ട ഉപയോഗിക്കാത്ത കേക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും കുറേ ലെവളുമാർ വാദിക്കാൻ വരുന്നുണ്ട്. ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ സമൂഹത്തിൽ ഞാൻ അടി കൂടുന്നു പോലും. എന്നോട് തോന്നിയ ദിവസം വന്നാൽ ഞാൻ ആരെയും അടിക്കും. ഇപ്പം ഈ കമൻ്റ് ഇട്ട പാത്തൂൻ്റെ തന്തനാണെങ്കിലും ഞാൻ അടിക്കും തോന്നിയ ദിവസം പറഞ്ഞാൽ. നസീമ സ്മൈലിട്ടേക്ക് നസീമ ജസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഇതിന് കമൻറ്റ് വന്നിട്ടുള്ളൂ. ഇതിനൊക്കെ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പൊതുവേ വാച്ചിങ് ഹവേഴ്സ് കുറവും കമൻറ്റ് കൂടുതലുമായിരുന്നേ. ഇപ്പം എന്താണെന്നറിയില്ല, കമൻറ്റ് കുറവും വാച്ചിങ് ഹവേഴ്സ് കൂടുതലുമാണ്. ആരും കമൻറ്റ് ഇടുന്നില്ല. നിങ്ങളാരും കമൻറ്റ് ഇടാത്തിടത്തോളം എനിക്കിതിനുള്ള മറുപടി തരാൻ പറ്റൂല. അപ്പം ഞാൻ മറുപടി തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റൂല. നിങ്ങൾക്ക് പലതും എന്നോട് ചോദിക്കാനുണ്ട്, പറയാനുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വേഗം കമൻറ്റ് ഇട്ടോളൂ. എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, എന്താണ് ഈ വീഡിയോയുടെ അഭിപ്രായം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.